2020 വേൾഡ് കപ്പ് മത്സരങ്ങൾ നടന്നു പോവുകയാണ്. ഇന്ന് രണ്ടാം സെമിയായ ഇന്ത്യയും ഇംഗ്ലണ്ടും കളത്തിലിറങ്ങാൻ പോവുകയാണ്. വളരെ നിർണായകമായ മത്സരമാണ്. തോറ്റു കഴിഞ്ഞാൽ പുറത്താണ് ഡയറക്റ്റ്, വിജയിച്ചു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുമായിട്ട് ഫൈനൽ കളിക്കാൻ സാധിക്കും. അപ്പോൾ ഈ സെമി ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിന് ഒരുപാട് പ്രതിസന്ധികൾ നിലവിലുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലാവരും ഫോം ഔട്ടാണ്. എങ്ങനെയെങ്കിലും നമ്മളെ ഹൈ സ്കോർ ഒന്നും അടിച്ചൊന്നും അല്ല ഇതുവരെയും വിജയിച്ചത്. എങ്ങനെയെങ്കിലും പരിതാപകരമായിട്ട് മാത്രമാണ് കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കളി മാത്രമാണ് കുറച്ച് സ്കോർ നല്ല രീതിയിൽ അടിച്ചത്. അതിന്റെ ഒരു പ്രധാന കാരണം രോഹിത് ശർമ്മ എന്ന് പറയുന്ന ഒറ്റയാൻ പോരാട്ടമായിരുന്നു. അദ്ദേഹം അടിച്ചു കൂട്ടിയ റണ്ണായിരുന്നു കഴിഞ്ഞ വട്ടം വിജയിക്കാനായിട്ട് നമുക്ക് നിർണായകമായത് ഓസ്ട്രേലിയക്കെതിരെ. അപ്പോൾ ഈ സെമി ഫൈനൽ കളിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിച്ചാണ്. വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന പിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ കളികളും ഇതുവരെ നടന്നു വന്നിട്ടുള്ള കളികൾ എടുത്തു നോക്കിയാൽ, മറ്റ് ടീമുകളുടെ സ്കോറുകൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ ഒക്കും, ഒരിക്കലും ഒരു രീതിയിലും നല്ല രീതിയിൽ സ്കോർ കയറാത്ത ഒരു പിച്ചാണ്. അത്രയും ദയനീയ പരാജയമായ ഒരു പിച്ചാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്നലെ നടന്ന സെമി ഫൈനൽ തന്നെ എടുത്താൽ നമുക്കറിയാൻ നോക്കാം. അഫ്ഗാനിസ്ഥാനെ 63-65 റണ്ണിനങ്ങാണ്ട് എറിഞ്ഞിട്ടത് നമ്മൾ കണ്ടതാണ്. നിസ്സാരമായിട്ട് വളരെ എളുപ്പത്തിൽ വന്നാണ് സൗത്ത് ആഫ്രിക്ക കളിച്ച് റണ്ണ് അടിച്ചെടുത്ത് വിജയിച്ചത്. അപ്പോൾ നോക്കിയും കണ്ടും ബാറ്റ് വീശിയില്ല എന്നുണ്ടെങ്കിൽ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. പിന്നീട് ഉള്ള കാര്യം എന്തെന്നാല് എങ്ങനെയെങ്കിലും ടോസ് നേടി രണ്ടാമത് സെക്കൻഡ് ഇന്നിങ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞു പോവാം. ഈ രണ്ടാമത് ബാറ്റ് ചെയ്താലുള്ള ഗുണം എന്തെന്നാല് ആദ്യമേ നമുക്കൊരു മേൽക്കൈ എടുത്തുകൊണ്ട് അവരെ കുറഞ്ഞ സ്കോറിലേക്ക് എറിഞ്ഞിടുകയാണെങ്കിൽ, എറിഞ്ഞൊതുക്കി ഒരു 150 അല്ലെങ്കിൽ 120, 130 സ്കോറിലേക്ക് അകത്താക്കുവാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഇന്നിങ്സിലേക്ക് അനായാസം നമുക്ക് കളിച്ച് പയ്യ ബാറ്റ് വീശിയാൽ പോലും നമുക്ക് അനായാസം ആ വിജയത്തിലേക്ക് എത്തിപ്പെടാനൊക്കെ. നമ്മൾ വാരിക്കോരി അടിച്ച് കളയാനുള്ള ഒരു സാഹചര്യമല്ല. കാരണം നിർണായക മത്സരമാണ്, സെമി ഫൈനലാണ്. കയ്യിൽ നിന്ന് പോയാൽ പോയി, ഡയറക്റ്റ് പുറത്താണ്. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടും വളരെ ശ്രദ്ധാപൂർവം ബാറ്റ് വീശേണ്ടുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഈ കുറഞ്ഞ സ്കോറാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ അനുകൂല സാഹചര്യം മാത്രമേ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരത്തുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ രണ്ടാമത്തെ ഇന്നിങ്സിലേക്ക് ഇറങ്ങാൻ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ, അഥവാ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അഥവാ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ലോകകപ്പിന്റെ പ്രത്യേകതയുണ്ട്. കളി മാറ്റി വെക്കാനൊന്നും പോകുന്നില്ല. 4 മണിക്കൂറോളം മഴ തോരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കും എന്നുള്ളതാണ് കേൾക്കുന്ന വാർത്ത. 4 മണിക്കൂർ വരെ നോക്കും എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ ആ ഒരു 4 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മഴ വന്നു കഴിഞ്ഞാൽ ആ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് മഴ തോന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് അത് നേട്ടം. രണ്ടാമത് ബാറ്റ് വീശുന്നത് നമുക്ക് തന്നെയാണ് അത് നേട്ടം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളുടെ എക്കണോമി റേറ്റിംഗ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ്, ഇന്ത്യക്ക് തന്നെ ഡയറക്റ്റ് ഫൈനലിലേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു മത്സരത്തിന്റെ ഒരു റിസൾട്ടും കണക്കാക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് കയറി പോകാനൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത് ഇന്നിങ്സ് തെരഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ. അതിന് നിർണായകമാകുന്നത് ടോസ് ആയിരിക്കും. ടോസ് ഇടുമ്പോഴത്തേക്ക് വളരെ നിർണായകമായ ഒരു റിസൾട്ട് തന്നെ ഇന്ത്യക്ക് കിട്ടാൻ വേണം. അപ്പോൾ ഇനി നമ്മൾ ഏതാനും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആദ്യ ബോൾ എറിയാൻ. വിദേശ പിച്ചിലാണ്. ഒരുപാട് കൗതുകമാർന്ന കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഒരു കപ്പുമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.